ഹായ് ഫ്രണ്ട്സ്, PSC ബീനേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അന്ന് ഞാൻ വന്നിരിക്കുന്നത് PSCയിലെ മുൻകാല ക്വസ്റ്റ്യൻസിൽ നിന്നുമുള്ള മാത്സിലെ ഒരു 5 ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് എങ്ങനെയൊക്കെ വിവിധ മെത്തേഡുകളിലൂടെ സോൾവ് ചെയ്യാം എന്ന് പഠിക്കാം. ആ ഒരു ക്വസ്റ്റ്യൻസിനെ ഫുള്ളായിട്ട് അനലൈസ് ചെയ്ത് പഠിക്കുന്നതിലൂടെ നമുക്ക് മാത്സ് വളരെ കറക്റ്റായിട്ടും വ്യക്തമായിട്ടും നമുക്ക് മനസ്സിലാക്കും. ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഇവ നമുക്ക് PSCയിൽ ഫുള്ളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റുകളാണ്. കാരണം ഈ മാത്സ് ആയാലും ഇംഗ്ലീഷ് ആയാലും അതിനൊരു പാറ്റേൺ ഉണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷിൽ ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ചോദിക്കാനുള്ള ഒരു പാറ്റേൺ എന്ന് പറയുന്നത് സിംഗിൾ നൗൺ തരും, വെർബ് വന്നിട്ട് പ്ലൂരൽ തരിക. അതുപോലെ തന്നെ നൗൺ വന്നിട്ട് പ്ലൂരൽ തന്നിട്ട് വെർബ് സിംഗുലർ ആക്കുക, അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ഈഫ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതെങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഒരു പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻ മാത്രമാണ് ഇംഗ്ലീഷിലായാലും അതുപോലെ മാത്സിലായാലും മലയാളത്തിലായാലും ചോദിക്കാൻ പറ്റുന്നത്. നമുക്ക് ഈ സബ്ജക്റ്റുകളിലെല്ലാം 100% മാർക്ക് നേടിയാലാണ് നമുക്ക് നല്ല റാങ്ക് കിട്ടുകയുള്ളൂ. പിന്നെ മാത്സ് പറയുകയാണെങ്കിൽ മാത്സ് നമ്മൾ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നമുക്കത് ഫുള്ളായിട്ട് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റാണ് മാത്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിൽ സൂത്രവാക്യങ്ങൾ മനഃപാഠമാക്കി പഠിക്കുന്നതിനപ്പുറം നമ്മളത് മനസ്സിലാക്കി പഠിക്കുന്നതിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹിസ്റ്ററി ആണെങ്കിലും ജോഗ്രഫി ഒക്കെ ആണെങ്കിലും നമ്മൾ അതിന് ഒരുപാട് വാസ്റ്റ് നോളജ് നമുക്ക് ആവശ്യമാണ്. അതുപോലെ ഒരുപാട് തവണ വായിക്കണം, ഒരുപാട് തവണ നമുക്ക് സമയം ഉണ്ടാക്കി നമ്മൾ പഠിക്കേണ്ട സബ്ജക്റ്റുകളാണ് ജോഗ്രഫിയും ഹിസ്റ്ററിയൊക്കെ. അതുപോലെ തന്നെ അതിൽ ഒരുപാട് വർഷങ്ങളുണ്ടാകും. അവയെല്ലാം ഓർത്തു വയ്ക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെയല്ല മാത്സ്, ഇംഗ്ലീഷ്, അതുപോലെ മലയാളം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഒരുപാട് ദീർഘിക്കുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: താഴെ പറയുന്നവയിൽ വലിയ ഭിന്നസംഖ്യ ഏത്? ഓപ്ഷൻ എ 25/24, ഓപ്ഷൻ ബി 13/12, ഓപ്ഷൻ സി 17/16, ഓപ്ഷൻ ഡി 19/18. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ചെയ്യാം? ഇതിന് നമുക്ക് ഒരു 2-3 ടൈപ്പിലുള്ള അനാലിസിസ് ചെയ്യാം. ആദ്യമായിട്ട് നമ്മളൊരു സംഖ്യ എഴുതുകയാണ്. ഇതൊക്കെ ഒരു ചെറിയ വലിയ സംഖ്യകളാണ്. ഇപ്പോൾ 25/24 ഒക്കെ പറയുന്നത് കുറച്ച് വലിയ സംഖ്യയാണ്. അപ്പോൾ നമുക്ക് നേരെ ചെറിയൊരു സംഖ്യ എടുക്കാം. ഇപ്പോൾ 2/1, 3/2, 4/3. ഞാൻ ഇങ്ങനെയുള്ള സംഖ്യകൾ എടുത്തിരിക്കുന്നു. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള സംഖ്യകൾ എടുത്തിരിക്കുന്നു? കാരണം ഞാൻ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കി 25 - 24 അംശവും ഛേദവും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ എയിൽ 1 ഓപ്ഷൻ ബിയിൽ എത്രയാണ്? ഓപ്ഷൻ ബിയിലും എന്താ തന്നിരിക്കുന്നത്? 13, 12 തമ്മിലുള്ള ഡിഫറൻസ് 1 തന്നെയാണ്. ഓപ്ഷൻ സിയിൽ എങ്ങനെയാണ്? ഓപ്ഷൻ സിയിലും തന്നിരിക്കുന്നത് അംശവും ഛേദവും തമ്മിലുള്ള ഡിഫറൻസ് 1. അതേപോലെ തന്നെയാണ് ഓപ്ഷൻ ഡിയിലും ഉള്ളത്. ഇനി ഈ 4 പാറ്റേണിലും എങ്ങനെയാണ്? അംശം ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാൾ വലുതാണ്, അംശം ഛേദത്തേക്കാൾ വലുതാണ് ഈ 4 ഓപ്ഷനിലും ഉള്ളത്. അപ്പൊ അതേപോലുള്ള ഒരു പാറ്റേൺ നമ്മൾ ഒരു സ്മോൾ സംഖ്യയിലേക്ക് ചെയ്യുകയാണ്. അപ്പൊ ഈ ചെറിയ സംഖ്യയിൽ ചെയ്യുന്നതിലൂടെ നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അത് തന്നെ നമ്മൾ വലിയ സംഖ്യയിലേക്കും അപ്ലൈ ചെയ്താൽ മതി. ഇതാണ് ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ 2/1 എത്ര വരും? 2 വരും എന്നറിയാം. 3/2 എത്ര വരിക? 1.5 എന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. 4/3 എത്ര വരിക? 1.33 ആണ് വരിക. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കി 2/1 ആണ് വലിയ സംഖ്യ. അതായത് ന്യൂമറേറ്റർ ഏറ്റവും ചെറുതായിട്ടുള്ളതിൽ, അതായത് 2ലും 3ലും 4ലും ഈ ഒരു കണ്ടീഷൻ വരുമ്പോൾ ന്യൂമറേറ്റർ ഏറ്റവും താഴെയായിട്ടുള്ള സംഖ്യയാണ് ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഓപ്ഷൻ ഏതായിരിക്കും ശരിയായിട്ടുണ്ടാവുക? ഓപ്ഷൻ ബി ആയിരിക്കും ഏറ്റവും വലിയ ഭിന്നസംഖ്യ എന്ന് പറയുന്നത്. ഇനി നമുക്കിത് രണ്ടാമത്തെ മെത്തേഡിലൂടെ ചെയ്യാം. ഈ 25/24, ഈ 25 എന്ന് പറയുന്നത് എത്രയാണ്? 24 + 1 ആണല്ലോ. 24 + 1/24 എന്നതിനെ എഴുതിക്കൂടെ? അപ്പൊ 24/24 എങ്ങനെ എഴുതാം? അപ്പൊ ഇതിനെ നമ്മൾ വീണ്ടും സോൾവ് ചെയ്യുമ്പോൾ എന്താകും? 24/24 + 1/24 എന്ന് എഴുതാലോ. അപ്പൊ ഈ 24/24 എത്രയാണ്? അത് 1 എന്ന് പറയാം. ഒരു സംഖ്യ അതേ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? 1 ആണ് ആൻസർ വരിക. പ്ലസ് 1/24 എന്ന് കിട്ടും. ഇതാണ് ഒന്നാമത്തെ ഓപ്ഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. ഈ ഓപ്ഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 1 + 1/24 കിട്ടും. ഇനി നമുക്ക് ബിയും ഇതേമാതിരി നമുക്ക് സോൾവ് ചെയ്യാം. 13/12, അതിന് നമുക്ക് എന്ത് എഴുതാം? 12 + 1/12 എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരും?
12/12 പ്ലസ് 1/12 എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 1 പ്ലസ് 1/12 എന്ന് എഴുതിക്കൂടെ? എഴുതാം. ഇനി ഓപ്ഷൻ സി നമുക്ക് ഇതുപോലെ ചെയ്തേക്ക് നോക്കാം. 17/16 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 16 പ്ലസ് 1/16 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 16/16 പ്ലസ് 1/16 വിച്ച് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 1/16. ഇനി ഓപ്ഷൻ ഡി നോക്കാം. 19/18 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 18 പ്ലസ് 1/18. ഇത് ചെയ്തിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടിനെയും ഹരിക്കണം. 18/18 പ്ലസ് 1/18 വിച്ച് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 1/18. അപ്പോൾ ഇവിടെ എല്ലാം 1 കോമൺ ആണ്. ഓക്കെ, ഈ 1 എല്ലാം ഓക്കെയാണ്, ഒരുപോലെയാണ്. ഇനി ഇതിൽ ഏതാണ് വലുതെന്ന് തീരുമാനിക്കുന്നതാണ് ഈ ഇപ്പുറത്തുള്ള 1/24 ആണോ, 1/12 ആണോ, 1/16 ആണോ, 1/18 ആണോ, അതാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ വീണ്ടും അനലൈസ് ചെയ്യണം. അപ്പോൾ ഇതിനെ അനലൈസ് ചെയ്യുമ്പോൾ നോക്കാം, ഒരു ആപ്പിളിനെ 24 കട്ട് ചെയ്യണം. അപ്പോൾ 24 കട്ട് ചെയ്തിട്ട് ഒരു പോർഷൻ കിട്ടും. ഇനി അതാണോ വലുത്, അതോ ഒരു ആപ്പിളിനെ 12 കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഭാഗമാണോ ഏറ്റവും വലുത്? അത് നമുക്കൊക്കെ അറിയാം. ഒരു ആപ്പിളിനെ 12 കട്ട് ചെയ്യുമ്പോൾ നമുക്ക് വലിയ പീസ് കിട്ടും. അതേസമയം അതേ ആപ്പിളിനെ 24 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ആദ്യം കട്ട് ചെയ്തതിൻ്റെ പകുതിയേ കിട്ടുള്ളൂ എന്നറിയാം. അപ്പോൾ ഈ ഒന്നാമത്തെ ഓപ്ഷനിലും രണ്ടാമത്തെ ഓപ്ഷനിലും ഏറ്റവും വലുത് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഓപ്ഷനാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി 1/12 ആണോ 1/16 ആണോ വലുത്? ഇതേ അനലൈസ് നമുക്ക് വേണ്ടി ചെയ്യാം. ഒരു ആപ്പിളിനെ 12 കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പോർഷനാണോ വലുതായി കിട്ടുക, അതോ ഒരു ആപ്പിളിനെ 16 ഭാഗം ചെയ്യുമ്പോൾ കിട്ടുന്ന പാർട്ടാണോ വലുത്? അത് നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം. ഒരു ആപ്പിളിനെ 12 ഭാഗിച്ചാൽ കിട്ടുന്ന പോർഷൻ ആയിരിക്കും വലുത്. അപ്പോൾ ഓപ്ഷൻ സിയും ബിയും കമ്പയർ ചെയ്യുമ്പോഴും ഏതാണ് വലുത്? ഓപ്ഷൻ ബി ആണ് വലുത്. ഇനി ഓപ്ഷൻ ഡി നോക്കാം. ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും കമ്പയർ ചെയ്യാം. ഇതേപോലെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഒരു ആപ്പിളിനെ 1/12 ആക്കുന്നതാണോ അതോ ഒരു ആപ്പിളിനെ 18 കഷ്ണമാക്കുന്നതാണോ, അതിൽ ഏറ്റവും വലിയ പോർഷൻ ഏതെങ്കിലും ഏറ്റവും വലിയ പാർട്ട് ഏതാണ് കിട്ടുക? അത് ഒരു ആപ്പിളിനെ 12 കട്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇതിലെ മൂന്നിലും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതാണ് വലുത്. അപ്പോൾ ഏറ്റവും വലിയ ഭിന്നസംഖ്യ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും. ഇനി ഇതേ ഭിന്നസംഖ്യയിൽ ഇതിലെ ഏറ്റവും ചെറുതായി ഇതായിരിക്കും. അത് എന്ന് പറയുന്നത് അംശം ഏറ്റവും വലിയ സംഖ്യ ആയിരിക്കും ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ. അപ്പോൾ ഇതിലെ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ ഏതായിരിക്കും? 25/24 ആണ് ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ. ഏറ്റവും വലിയ ഭിന്നസംഖ്യ എന്ന് പറയുന്നത് 13/12 ആണ്. ഇനി ഇവയുടെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ അവരോഹണ ക്രമത്തിൽ എഴുതാന്ന് വെച്ചാൽ എന്താ? 13/12 ഏറ്റവും വലിയ സംഖ്യ, ദെൻ 17/16 ആയിരിക്കും ഏറ്റവും വലിയ സംഖ്യ, ദെൻ 19/18 ആയിരിക്കും വലിയ സംഖ്യ, അത് കഴിഞ്ഞാൽ 19/18 ആണ് വലിയ സംഖ്യ, അത് കഴിഞ്ഞിട്ട് 25/24 വരുള്ളൂ. അപ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 25/24 ആണ്. ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. ഇനി മൂന്നാമത്തെ മെത്തേഡ് എന്താണ്? മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇപ്പോൾ 25/24 എടുക്കുകയാണ് ഓപ്ഷൻ എ. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ 13/12 എടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇനി എന്ത് ചെയ്യണം? ഈ ഒന്നാമത്തെ അംശത്തിനെ രണ്ടാമത്തെ ഛേദം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, രണ്ടാമത്തെ അംശത്തിനെ ഒന്നാമത്തെ ഛേദം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എത്ര വരും? 25/12. 25/12 ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? 25-നെ നമ്മൾ 100 ആയിട്ട് എടുക്കും, 12-നെ നമ്മൾ 4 കൊണ്ട് ഹരിക്കും, അപ്പം 3. 12-നെ 4 × 3 എഴുതി, ഈ 4-നെ 25 കൊണ്ട് ഹരിച്ചു, അപ്പം 100. 100 × 3 വരും. അടുത്ത ഏതാ വരിക? 13 × 24. 13 × 24 ചെയ്യുമ്പോൾ എത്ര വരും? 240 72. അപ്പോൾ എത്ര വരും? 312 വരും. കറക്റ്റ് ആണല്ലോ. ഇവിടെ എത്രയായിരുന്നു ഞാൻ പറഞ്ഞത്? 100 ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എത്ര റേഷ്യോ വരുന്നത്? 300:312. അപ്പോൾ ഏറ്റവും വലിയ സംഖ്യ വരുന്ന ഭാഗത്തെ അംശമായിരിക്കും ഏറ്റവും വലുത്. അപ്പോൾ ഇതിലേതാ ഏറ്റവും വലുത്? 13 × 24 ആണ് വലുത്. അപ്പോൾ അതിൽ ഏറ്റവും അംശം പറയുന്നത് 13 ആണ്. അപ്പോൾ 13/12 ആയിരിക്കും ഈ രണ്ട് സംഖ്യകളിൽ വലുത്. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ എടുക്കാം. 13/12 × 17/16. ഓപ്ഷൻ ബിയും സിയും കമ്പയർ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 13 × 16 ചെയ്യും. ആദ്യത്തെ സംഖ്യയുടെ അംശം ഇൻറ്റു രണ്ടാമത്തെ സംഖ്യയുടെ ഛേദം ഈസ്റ്റു 17 × 12 ചെയ്യുകയാണ്. അപ്പോൾ എത്ര ചെയ്യുക? 6 3 18, 6 3 9 1 10 1, സിസ്റ്റം 1 1 2 208 വരും.
ഇനി ഇതേപോലെ ഇത് ചെയ്യണം. 7 2 14 സിസ്റ്റം 1, 7 2 9 1 10 0 സിസ്റ്റം 1 1 1 1 2 204 വരും. അപ്പോൾ ഇതിൽ ഏറ്റവും വലുത് ഏതാണ്? 208 ആണ് വലുത്. അതായത് 13 അംശമായിട്ടുള്ള ഗുണിതത്തിലാണ് ഏറ്റവും വലുത്. അപ്പോൾ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 13/12 ആയിരിക്കും. ഈ രണ്ട് സംഖ്യകൾ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വലുത് ഏതായിരിക്കും? 13/12 ആയിരിക്കും. ഇനി അതേ ഓപ്ഷൻ ബിനെ നമ്മൾ എന്ത് ചെയ്തു? ഓപ്ഷൻ ഡി ആയിട്ട് കമ്പയർ ചെയ്തു. അപ്പോൾ 19/18. അതേ മെത്തേഡ് ഫോളോ ചെയ്ത് 13 × 18 ഈസ്റ്റു 19 × 12 ചെയ്തു. അപ്പോൾ എത്ര വരും? 2 3 24 സിസ്റ്റം 2 8 3 11 2 13 വരും. സിസ്റ്റം 1 1 1 1 1 2 വരും. ഈസ്റ്റു 9 2 എത്ര വരും? 18 വരും. 9 2 11 11 1 12 വരും. 1 1 1 1 1 1 2 വരും. 228. അപ്പോൾ ഇതിൽ നമുക്ക് അറിയാം 234 ആണ് വലുത്. അത് ഏത് അംശമായിട്ടാണ് വരുന്നത്? 13 അംശമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ 13/12 ആയിരിക്കും വരിക. അപ്പോൾ ഇങ്ങനെ നമുക്ക് 3 മെത്തേഡുകളിലൂടെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഇനി അടുത്തതൊന്ന് പറയാൻ പോകുന്നത് ഇതുമായി പോലെ ഒരു ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത് ക്വസ്റ്റ്യൻസ് തന്നു. ഇനി ഞാൻ ഇതിന് തിരിച്ച് വേറൊരു ക്വസ്റ്റ്യൻ തരികയാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ തരികയാണ്. ഇപ്പോൾ 24/25 അപ്പോഴത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് 25/24 ആയിരുന്നു. ഇപ്പോഴത്തെ ഞാൻ ക്വസ്റ്റ്യൻ തരുന്നത് 24/25. രണ്ടാമത്തെ വന്നിട്ട് 12/13. അപ്പോഴേ തന്നതിൻ്റെ എല്ലാം വ്യൂൽക്രമം എടുക്കണം. ഓപ്ഷൻ സി തന്നിരുന്നത് എന്തായിരുന്നു? 17/16 ആയിരുന്നു. ഞാനിവിടെ 16/17 എഴുതുകയാണ്. ഈ ഓപ്ഷൻ ഡി തന്നിരിക്കുന്നത് എന്തായിരുന്നു? 19/18. അതിൻ്റെ ഞാൻ 18/19 എഴുതി. ഇതിലെ ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ നമുക്കറിയാം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 1 തന്നെയാണ് ഡിഫറൻസ്. ഓക്കെ. പക്ഷെ ഇതിലെന്താണ്? ഇതിൽ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാൾ ചെറുതാണ്. ആദ്യത്തെ കേസിലുണ്ടായിരുന്നു ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാൾ വലുതായിരുന്നു. പക്ഷെ ഇവിടെ എങ്ങനെയായിരുന്നു? ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാൾ ചെറുതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ ഏറ്റവും വലിയ സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കാം? ഇങ്ങനെയുള്ള സംഖ്യയിൽ നമുക്ക് ഓപ്ഷൻ ബി, നമ്മൾ രണ്ടാമത്തെ മെത്തേഡ് ഉണ്ടല്ലോ, അതേ ഇത് വെച്ച് സോൾവ് ചെയ്യാം. അപ്പോൾ 24 നമുക്ക് എന്ത് എഴുതാം? 25 - 1/25 എന്ന് എഴുതാം. 12/13 എങ്ങനെ എഴുതാം? 12 13 - 1/13 എന്ന് എഴുതാം. 16/17 എങ്ങനെ എഴുതാം? 17 - 1/17 എന്ന് എഴുതാം. 18/19 എന്ത് എഴുതാം? 19 - 1/18 എന്ന് എഴുതാം. ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? 1 - 1/25, 1 - 1/13. ഓക്കെ. 13/13 1 - 1/13. ഞാൻ വേണമെങ്കിൽ ഒന്ന് ഇലാബറേറ്റ് എഴുതാം. 25/25 - 1/25 1 - 1/25. അടുത്ത 13/13 - 1/13 1 - 1/13. അടുത്തത് 17/17 - 1/17 1 - 1/17. അടുത്തത് 19/19 - 1/19 1 - 1/19. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരാപ്പിളിനെ 25 കട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും? അത് ചെറിയ പീസായിരിക്കും വരിക. നമ്മൾ ഒന്നിന് ഒരു ചെറിയ പീസ് മാത്രം കുറച്ചിട്ട് നമുക്കൊരു സംഖ്യ കിട്ടും. അടുത്തതാണെങ്കിലോ 1 - 1/13. ഈ 1/13 എന്ന് പറയുന്നത് ഒരാപ്പിളിനെ 13 ആയിട്ട് കട്ട് ചെയ്യുമ്പോഴാണോ അതോ 1/25 കട്ട് ചെയ്യുമ്പോഴാണോ ഏറ്റവും വലിയ പീസ് കിട്ടുക? അത് 1/13 കട്ട് ചെയ്യുമ്പോഴായിരിക്കും ഏറ്റവും വലിയ പീസ് കിട്ടുക. അപ്പോൾ ഒരെണ്ണത്തിൽ നിന്ന് 1/13 കമ്മിയാക്കിയാൽ ഈ 1/13 1/25 വലിയ പോർഷനാണ്. അപ്പോൾ ഒന്നിൽ നിന്ന് ഈ ഒരു വലിയ പോർഷൻ കമ്മിയാക്കി എന്തായിരിക്കും? ഈ ഒരു സംഖ്യ ചെറുതായിരിക്കും. അതിനെ അപേക്ഷിച്ച് 1 - 1/25 അപേക്ഷിച്ച് ഇത് കമ്മിയായിരിക്കും. ഇനി അതേ തന്നെ ഈ 1/25 1/17 കമ്പയർ ചെയ്യണം. അപ്പോൾ ഏതാണ് വലിയ സംഖ്യ എന്ന് പറയുന്നത്? 1/17 ആണ് വലിയ സംഖ്യ എന്ന് പറയുന്നത്. ഇതിന് 1 - 1/17 ചെയ്യുമ്പോൾ എന്ത് വരും? അത് ഒരു ചെറിയ സംഖ്യ. 1 - 1/25 ചെറിയ സംഖ്യ ആയിരിക്കും 1 - 1/17. അതായത് ഒരെണ്ണത്തിൽ നിന്ന് നമ്മളൊരു വലിയ പോർഷൻ കമ്മിയാക്കുമ്പോൾ എന്താകും? ആ സംഖ്യ ചെറുതാകും. അതുപോലെ ഒന്നിൽ നിന്ന് ഒരു ചെറിയ പോർഷനെ കമ്മിയാക്കുന്നുള്ള വെച്ചാൽ ആ സംഖ്യ വലുതാകും. അതേപോലെ തന്നെ 1 - 1/17 എന്താകും? ചെറിയ സംഖ്യ. ഏതിനെ കമ്പയർ ചെയ്യുമ്പോൾ? 1 - 1/25 കമ്പയർ ചെയ്യുമ്പോൾ. അതേ കേസായിരിക്കും 1 - 1/19 കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിലെ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 24/25 ആയിരിക്കും.
ക്ലിയർ ആണല്ലോ. ഇനി എക്സാം ഹാളിൽ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ചെറിയ സംഖ്യകൾ എടുത്ത് ചെയ്യാം. ഇവിടെ ചെറിയ സംഖ്യകൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം, ന്യൂമറേറ്റർ എപ്പോഴും ഡിനോമിനേറ്ററിനേക്കാൾ ചെറുതായിരിക്കണം. പിന്നെ അവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കണം. ഈ ഒരു എക്സാമ്പിളിൽ 1 തന്നുകൊണ്ട് അതേമാതിരി എക്സാമ്പിൾ എടുക്കാം. ഇനിയിപ്പോൾ 2 തന്നിരിക്കുന്നത് വെച്ചാൽ അതുമാതിരിയുള്ള എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെന്നിട്ടുണ്ട്. ഇത് നമ്മൾക്കായിരിക്കും പറയാം 1/2 എന്ന് പറയുന്നത് 0.5 ആണ്. 2/3 എന്ന് പറയുന്നത് 0.6 ആണ്. 3/4 എന്ന് പറയുന്നത് 0.75 ആണ്. അപ്പോൾ ഇതിലെ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 3/4 ആണ്. അതായത് ഏറ്റവും വലിയ അംശമുള്ള സംഖ്യയാണ് ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ തന്നാൽ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ അതിലെ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 24/25 ആയിരിക്കും. അപ്പോൾ ഇതായി ക്ലിയർ ആയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 1.72ന്റെ പകുതിയോട് 0.42ന്റെ 1/3 കൂട്ടിയാൽ തുക എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? 1 തന്നിട്ടുണ്ട്, 1.01 തന്നിട്ടുണ്ട്, 1.04 തന്നിട്ടുണ്ട്, 0.86 തന്നിട്ടുണ്ട്. അപ്പോൾ 1.72ന്റെ പകുതി, 1.72ന്റെ പകുതി എത്രയാണ്? 1.72നെ 2 കൊണ്ട് ഹരിച്ച് എത്ര വരും? 0.86 വരും. ഇനി ഇത് ഡൗട്ടുള്ളവർ എന്ത് ചെയ്യുക? 172നെ 2 കൊണ്ട് ഹരിക്കുക. ഇവിടെ 0.2 ഭാഗം പുറത്താണ് പോയിന്റ് ഉള്ളത്. അപ്പോൾ ഇതിനെന്ത് ചെയ്യണം? 100 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 172/2 എത്ര വരും? 86 വരും. 86/100 എന്ന് പറയുന്നത് 0.86 ആണ്. ഇനി 0.42, 42ന്റെ 1/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.14 ആണ് 1/3. അപ്പോൾ 0.86 പ്ലസ് 0.14 എത്ര വരും? 6 4 10, 8 1 9 10 1. അപ്പോൾ 1.00 വരും. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ഇപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടത്? 1.72ന്റെ പകുതി. അപ്പോൾ 1.72നെ 2 കൊണ്ട് ഹരിക്കുക. അത് കിട്ടുന്നത് എത്രയായിരിക്കും? 0.86 ആയിരിക്കും കിട്ടുക. പോയിന്റ് ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 172ന് 2 കൊണ്ട് ഹരിക്കുക. അപ്പോൾ എത്ര വരും? 86 വരും. 72ൽ എത്ര നമ്പർ കഴിഞ്ഞിട്ടാണ് പോയിന്റ് ഉള്ളത്? റൈറ്റ് സൈഡിൽ നിന്നും 2 പോയിന്റ് കഴിഞ്ഞിട്ടാണ്, 2 ലെറ്റർ കഴിഞ്ഞിട്ടാണ്, 2 നമ്പർ കഴിഞ്ഞിട്ടാണ് പോയിന്റ് ഉള്ളത്. അപ്പോൾ ആൻസറിലും 2 നമ്പർ കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക. അപ്പോൾ 0.86 എന്ന് കിട്ടും. ഇനി അടുത്തത് 0.42ന്റെ 1/3. 0.42നെ 42നെ 3 കൊണ്ട് ഹരിച്ചാൽ 14 കിട്ടും. 0.42ന് 2 നമ്പർ മാറിയിട്ടാണ് പോയിന്റ് ഉള്ളത്. അതുപോലെ തന്നെ 14ന് 2 നമ്പർ മാറിയിട്ട് പോയിന്റ് ഇടുക. അപ്പോൾ 0.14 എന്ന് വരും. അപ്പോൾ ഇവ തമ്മിൽ കൂട്ടാൻ 1 എന്നുള്ള ആൻസർ വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 617 പ്ലസ് 6.017 പ്ലസ് 0.617 പ്ലസ് 6 പ്ലസ് 0.0017 ഇവ കൂട്ടിയാൽ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത് 4 പോയിന്റ് വരുന്ന സംഖ്യകളാണുള്ളത്. അപ്പോൾ 617 കഴിഞ്ഞു. 617 കഴിഞ്ഞിട്ട് നമ്മൾ പോയിന്റ് ഇട്ടിട്ട് ഒരു 4 0 ആഡ് ചെയ്യുക. ഇനി അടുത്തത് എന്തായിരുന്നു? 6.017 ആണ്. അപ്പോൾ 6 പോയിന്റ് എല്ലാം ഒരുപോലെ വന്നിട്ട് അതുപോലെ എഴുതുക. 0.017. ഇനി ലാസ്റ്റ് പോയിന്റ് ഇല്ല. അപ്പോൾ വെറുതെ ഒരു 0 ഇട്ട് വയ്ക്കാം. അടുത്ത എത്രയാണ്? 0.617. അതും ലാസ്റ്റ് 3 ഡിജിറ്റുകൾ. അപ്പോൾ 4ാമത്തെ ഡിജിറ്റിന് ഒരു നമ്മൾ 0 ഇടുക. ഇതേമാതിരി പോയിന്റ് കറക്റ്റ് ആയിരിക്കുക. പോയിന്റ് എല്ലാം കറക്റ്റ് ആയിരിക്കണം. ഇത് ഒരേപോലെ വരണം. ഓക്കെ, പോയിന്റ് വെച്ചിട്ട് നോക്കുക. 6.0017 ഇത് അങ്ങനെ കൂട്ടുക. നമുക്ക് ഇങ്ങനെയുള്ള സംഖ്യകളിൽ നേരെ ഇങ്ങനെ ചെയ്യുന്നതാണ് ഈസി. അപ്പോൾ 7 7 7 14 15 സിസ്റ്റം 1 1 1 2 1 3 6 6 12 19 സിസ്റ്റം 1 1 2 6 629.6357. ഓപ്ഷൻ സി വരുന്നുണ്ട്. സി ആണ് ആൻസർ വരിക. അപ്പോൾ ഇങ്ങനെ പോയിന്റുകൾ തന്നിട്ടുണ്ട് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് പോയിന്റിന്റെ പൊസിഷൻ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യുക. പിന്നെ എത്ര പോയിന്റ് ആണ് ആവശ്യമുള്ളത്, അതിലെ ഏറ്റവും വലിയ പോയിന്റ് സംഖ്യന്റെ അത്രയും പോയിന്റുകൾ നമ്മൾ എല്ലാത്തിനും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ ഏറ്റവും വലിയ പോയിന്റ് ഉള്ളത് ഈ ലാസ്റ്റത്തേതിനാണ്. 6.0017 4 ഉണ്ട്. അപ്പോൾ ഈ 617 ആണെങ്കിലോ ആദ്യത്തേനോ അതിന് ഒരു പോയിന്റും ഇല്ല. അപ്പോൾ 617 എഴുതിയിട്ട് പോയിന്റ് ഇട്ടിട്ട് 4 0 എഴുതുക. അതുപോലെ അടുത്താണെന്ന് വെച്ചാൽ 3 പോയിന്റ് ആണല്ലോ.
അപ്പോൾ ഈ 3 പോയിന്റിന് ശേഷം 4ാമത്തെ പോയിന്റിലേക്ക് എന്ത് ചെയ്യണം, അതിന്റെ വലത്ത് ഭാഗത്ത് 0 ഇട്ടിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ആൻസർ സാധാരണ പോലെ കൂട്ടിയാൽ മതി. ഇങ്ങനെയാണ് ആൻസർ വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 1നും 50നും ഇടയിൽ 6 കൊണ്ട് നിശേഷം ഹരിക്കാവുന്നതും അക്കങ്ങളുടെ തുക 6ആയി വരുന്നതുമായ എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? അപ്പൊ നമുക്കിത് 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ഇത് മാത്രം അറിഞ്ഞാൽ മതി. അപ്പൊ 1നും 50നും ഇടയിൽ 6 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന അക്കങ്ങൾ ഏതൊക്കെയാണ്? 6, 12, 18, 24, 30, 36, 42, 48 ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഹരിക്കാവുന്നതും അക്കങ്ങളുടെ തുക 6ആയി വരുന്നത്. അക്കങ്ങളുടെ തുക എത്രയ്ക്ക് വരുന്നത്? 6ആയി വരുന്നത് ഏതൊക്കെയുണ്ട്? ഇത് എത്ര വരും? അക്കങ്ങളുടെ തുക എത്ര വരും? ഇത് 3ആണ് വരും. അപ്പൊ ഇതല്ല. 1 തൊട്ടും 9 ഇതും വരില്ല. 2, 4, 6 24 വരും. 3, 0 3ആണ് വരും. അത് വരില്ല. 36 വരും. ഇല്ല, കാരണം 9ആണ് അവ തമ്മിലുള്ള അക്കങ്ങളുടെ തുക. ഇനി 42 ആണെങ്കിലോ, 42 വെച്ചാൽ അക്കങ്ങളുടെ തുക 6 വരും. അപ്പൊ അതും വരും. 4 തൊട്ടും 12 ഇതും വരില്ല. അപ്പോൾ തന്നിരിക്കുന്ന 6, 24, 42 ഈ 3 സംഖ്യകൾ വരും. പക്ഷെ ഇനി അടുത്തത് എന്താ വരുന്നത്? തുക 6ആയി വരുന്നതുമായി എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? 6 രണ്ടക്ക സംഖ്യയാണ്? അല്ല. അപ്പോൾ അത് ഒറ്റക്കമായിട്ടുള്ള സംഖ്യയാണ്. അപ്പൊ പിന്നെ ഓപ്ഷൻ വരുന്നത് ഏതൊക്കെയാണ്? 24, 42 മാത്രമാണ് എന്ത് വരുന്നത്? 1നും 50നും ഇടയിൽ 6 കൊണ്ട് നിശേഷം ഹരിക്കാവുന്നതും അതുപോലെ തന്നെ അക്കങ്ങളുടെ തുക 6ആയി വരുന്നതുമായ സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളിൽ 12ന്റെ ഗുണിതം ഏത്? അപ്പൊ ഇങ്ങനെയുള്ള ഒരു സംഖ്യ വന്നാൽ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം? ഈ 12ആണ് വന്നിരിക്കുന്നത്. ഈ 12 കൊണ്ട് ഒരു സംഖ്യ നിശേഷം ഹരിക്കണം വെച്ചാൽ ആ സംഖ്യയുടെ അവസാനത്തെ അക്കം, അതായത് ലാസ്റ്റിലെ അക്കം അത് എപ്പോഴും ഇരട്ടിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡിയും ഓപ്ഷൻ സിയും നമുക്ക് എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. ഇനി രണ്ടാമത്തേത് ഏതൊക്കെയുള്ളത്? ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ എ എത്ര? 63, 264. അതുപോലെ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 362, 92. അപ്പോൾ ഒരു സംഖ്യയെ 12 കൊണ്ട് ഹരിക്കണം വെച്ചാൽ അതിന്റെ കണ്ടീഷൻ എന്താണ്? ആ സംഖ്യയെ 4 കൊണ്ട് ഹരിക്കാൻ കഴിയണം, അതുപോലെ 3 കൊണ്ട് ഹരിക്കാൻ കഴിയണം. ഇനി ഒരു സംഖ്യയെ 4 കൊണ്ട് ഹരിക്കണം വെച്ചാൽ അതിന്റെ ക്രൈറ്റീരിയ എന്താണ്? അവസാനത്തെ രണ്ടക്കം എന്തായിരിക്കണം? അത് 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നതായിരിക്കണം. അപ്പൊ നമുക്ക് ഈ ഒരു ഓപ്ഷൻ നോക്കാം. 63, 264, 63,264. ഈ ഒരു സംഖ്യ 4 കൊണ്ട് ഡിവിസിബിൾ ആണോ? അപ്പൊ ഈ ഡിവിസിബിൾ ആണോ ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്യും? നമ്മൾ ഈ ലാസ്റ്റ് രണ്ടക്കം 4 കൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കും. അപ്പൊ 64 4ന്റെ കൊണ്ട് ഡിവിസിബിൾ ആണോ? അതെ, 64 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. എത്ര വരിക? 1 4 4 വരും. 24 ആകുമ്പോൾ 6 4 24 വരും. അപ്പോൾ 16 × 4 64 ആണ്. അപ്പോൾ 63,264 എന്ന് പറയുന്നത് 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഇനി അടുത്ത ഓപ്ഷൻ നോക്കാം. 36,292. അപ്പൊ ഇതിൽ 92, ലാസ്റ്റത്തെ രണ്ടക്കം എന്ന് പറയുന്നത് 92. ഇവ 4 കൊണ്ട് ഡിവിസിബിൾ ആണോ? അതെ. 92ന് 4 കൊണ്ട് ഹരിച്ച് എത്ര വരും? 23 വരും. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. 24, 8, 12, 3. അപ്പോൾ 23 വരും. അപ്പോൾ 23 × 4 എന്ന് പറയുന്നത് 92 ആണ്. അപ്പോൾ ഇത് രണ്ടും ക്രൈറ്റീരിയൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ ഈ രണ്ട് ഓപ്ഷനിൽ ഏത് നോക്കാം. ഇനി അടുത്ത ഇത് പറയുന്നത്, ഈ സംഖ്യയെ 3 കൊണ്ടും ഡിവിസിബിൾ ആക്കണം. എന്ത് ചെയ്യണം? ഈ സംഖ്യ 3 കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കണം. അപ്പൊ 3 കൊണ്ട് ഡിവിസിബിൾ ആവണം വെച്ചാൽ എന്താ നമ്മുടെ ക്രൈറ്റീരിയ? ആ തന്നിരിക്കുന്ന സംഖ്യയിലെ അക്കങ്ങളുടെ തുകയെ 3 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം. ഇതായിരിക്കണം അതിന്റെ ക്രൈറ്റീരിയ. അപ്പോൾ 63,264 ഈ ഒരു സംഖ്യ ഡിവിസിബിൾ ആണ് ചെക്ക് ചെയ്യാൻ ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ 6 + 3 + 2 + 6 + 4. അപ്പൊ ഇത് നമുക്കറിയാം 6 3 കൊണ്ട് ഡിവിസിബിൾ ആണ്, 3 കൊണ്ട് ഡിവിസിബിൾ ആണ്, 6 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പൊ ബാക്കിയുള്ള 4 2 6 മാത്രമാണ് ഉള്ളത്. ഈ 6ഉം 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. അതായത് നമ്മളൊരു സംഖ്യ തന്നിരിക്കുകയാണ്. ആ സംഖ്യ 3 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കാൻ നമ്മൾ എല്ലാ സംഖ്യകളെയും കൂട്ടിയൊന്നും പോകണ്ട. നമ്മൾ എന്ത് ചെയ്താൽ മതി? ആദ്യം അതിൽ 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ഉള്ള 6 3 9 അവ 3 കട്ട് ചെയ്യാം. പിന്നെ നമ്മൾ കൂട്ടുന്ന സമയത്ത് നമുക്ക് ഒരു 3ന്റെ ഇത് തന്നു. ഞാൻ സപ്പോസ് പറയാണ്, വേറൊരു സംഖ്യ വെറുതെ തരികയാണ്. 3 4 5 6 7 8 അങ്ങനെയുള്ള സംഖ്യ തരികയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? 3ഉം 6ഉം നമ്മൾ ഓൾറെഡി പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ അവ 3ന്റെ ഡിവിസിബിൾ ആണ്. പിന്നെയുള്ളത് 7 8 7 8 15.
15 3 ഡിവിസിബിൾ ആണല്ലോ. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തു. പിന്നെ അടുത്ത് 4 5 9, അപ്പോൾ അതും കട്ട് ചെയ്തു. അല്ലാതെ ഇപ്പോൾ നമ്മൾ എല്ലാം ഒരുമിച്ച് കൂട്ടണം എന്നൊന്നുമില്ല. നമുക്ക് ഇടയിൽ കൂട്ടിയിട്ട് 3 ഡിവിസിബിൾ കിട്ടിയാൽ അത് അപ്പം തന്നെ കട്ട് ചെയ്യാം. അത്ര സംഖ്യകളും കട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെ കൂട്ടുന്ന സമയത്ത് നമുക്ക് 63,264 എത്രയാണ്? അത് 3 കൊണ്ട് ഡിവിസിബിൾ ആണ് എന്ന് മനസ്സിലായി. അപ്പോൾ ഓപ്ഷൻ എ 63,264 12 കൊണ്ട് ഡിവിസിബിൾ ആണ്, അല്ലെങ്കിൽ 12ന്റെ ഗുണിതമാണ് 63,264 എന്ന് പറയുന്നത്. ഇനി അടുത്ത ഓപ്ഷൻ 36,292. ഇത് 3 കൊണ്ട് ഡിവിസിബിൾ ആണോ? 3 6 9. ഇപ്പൊ നമ്മൾ കട്ട് ചെയ്തു. ബാക്കിയുള്ളതാണ് 2 2 4. ഈ 4 3 കൊണ്ട് ഡിവിസിബിൾ ആണോ? അല്ല. അതുകൊണ്ട് തന്നെ 36,292 3 കൊണ്ട് ഡിവിസിബിൾ അല്ല. അതുപോലെ തന്നെ ഇത് 12 കൊണ്ടും ഡിവിസിബിൾ ആവില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും നന്നായി ശ്രമിക്കുക. താങ്ക് യു. ബൈ.